വെൽക്കം ടു ആർക്കേസ് ഇംഗ്ലീഷ് കോർണർ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു സെൻറ്റൻസിലെ ശബ്ദവിഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഹൃദ്യസ്ഥമായി കാണും എന്ന് വിശ്വസിക്കുന്നു. അതായത് വാക്യത്തിലെ വാക്കുകളുടെ സ്വഭാവം അനുസരിച്ച് ധർമ്മമനുസരിച്ച് അതിനെ നൗണെന്നും പ്രോനൗണെന്നും അഡ്ജക്റ്റീവ് എന്നും വെർബ്, അഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ എന്ന 8 വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്രധാനമായി നൗൺസിനെ കുറിച്ച്, നാമങ്ങളെക്കുറിച്ച് പറഞ്ഞു. വിവിധ തരത്തിലുള്ള നാമങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. നാമരൂപങ്ങളുടെ ഉപയോഗക്രമം അനുസരിച്ച് അതിനെ വീണ്ടും കാറ്റഗറൈസ് ചെയ്യുന്നു എന്നും പറഞ്ഞു തന്നാണ്. അത് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ, വെർബൽ നൗൺ, മെറ്റീരിയൽ നൗൺ എന്നിങ്ങനെയുള്ള വകഭേദങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ പ്രോപ്പർ നൗണിൻ്റെ സംജ്ഞാനാമത്തിൻ്റെ വിവിധ രൂപങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഉപയോഗക്രമങ്ങൾ പറഞ്ഞു. ഒരു പ്രോപ്പർ നൗൺ കണ്ടാൽ എങ്ങനെ അത് തിരിച്ചറിയാമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കോമൺ നൗൺ എന്താണെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നാമവിഭാഗത്തിലെ നൗൺ കാറ്റഗറിയിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഹൗ ക്യാൻ ബി ഡിഫൈൻഡ് എ കളക്റ്റീവ് നൗൺ? കളക്റ്റീവ് നൗൺസ് ആർ names for a collection or a number of people or thing. ഒരു കൂട്ടത്തെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ചില വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഗ്രൂപ്പ്, ഹെർഡ്, ആരി ഇതെല്ലാം കളക്റ്റീവ് നാമങ്ങൾക്ക് ഉദാഹരണമാണ്. Here we will take a closer look at a collective nouns and provide even more examples, placing them in context so you can gain a great understanding of new their work. What is a collective noun? എന്താണ് ഒരു collective noun എന്ന് പറയുന്നത്? You might not know it, but you encounter collective nouns in everyday speech. Collective nouns are made up of more than one person, animal, place, thing or idea. You can't have a team without individual members. Even so, we discuss a team as a single entity. കളക്റ്റീവ് നൗൺ എന്താണെന്ന് പഠിച്ചില്ലെങ്കിലും നിത്യജീവിതത്തിൽ നമ്മുടെ സംസാരത്തിനിടയിൽ പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നാമരൂപത്തെ കാണാറുണ്ട്. അത് വ്യക്തികളുമായി ബന്ധപ്പെട്ടതാകാം, ജന്തുക്കളുമായി ബന്ധപ്പെട്ടത്, സ്ഥലവുമായി ബന്ധപ്പെട്ടത്, സാധനങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആശയങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു കളക്റ്റീവ് നൗൺ എന്താണെന്ന് കയറി വരുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇതൊക്കെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. വ്യക്തികൾ ചേരുന്നതാണ് ഒരു കൂട്ടം. നമുക്ക് ഇതിനെക്കുറിച്ച്, അതായത് ഒരു സിംഗിൾ എൻറ്റിറ്റിയായി നമുക്ക് ഇത് ചർച്ച ചെയ്യാം. ഒരു ഉദാഹരണം നോക്കിയേ. അവർ ക്ലാസ് ടുക്ക് എ ഫീൽഡ് ട്രിപ്പ് ടു ദി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. അതായത് അവർ ക്ലാസ് ടുക്ക് എ ഫീൽഡ് ട്രിപ്പ് ടു ദി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. അപ്പോൾ ഇവിടെ ക്ലാസ് എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് നൗണാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ആരാണ്? സ്റ്റുഡൻസ്. അപ്പം സ്റ്റുഡൻസ്, കുട്ടികൾ ചേരുന്നതാണ് ഒരു ക്ലാസ്. അപ്പോൾ കുട്ടികൾക്ക് പൊതുവായിട്ട്, കുട്ടികൾ ചേരുന്ന ആ സ്ഥലത്തിന് ഇവിടെ പൊതുവായിട്ട് ക്ലാസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എല്ലാ ആൾക്കാരും
ഉൾക്കൊള്ളും. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗണാണ്. മറ്റൊരു ഉദാഹരണം നോക്കി. ദ ഹേർഡ് ഓഫ് ബൈസൺ റാൻ അക്രോസ് ദി പ്രേറി ലീവിംഗ് എ മാസീവ് ഡസ്റ്റ് ക്ലൗഡ് ഇൻ ഇറ്റ്സ് വേക്ക്. ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന മറ്റൊരു കളക്റ്റീവ് പദമാണ് ഹെർഡ്. ബൈസൺ എന്ന് പറയുന്നത് കാട്ടുപോത്ത് പോലുള്ള മൃഗങ്ങളെയാണ്. അപ്പോൾ ഹെർഡ് എന്നതിനിവിടെ ഒരു കൂട്ടം എന്നാണ്, ബൈസൻ്റെ ഒരു കൂട്ടത്തിനാണ് ഇവിടെ ഹെർഡ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. മൃഗങ്ങളുടെ ചില കൂട്ടങ്ങൾക്ക് പൊതുവേ ഹെർഡ് എന്ന് പറയാറുണ്ട്. റാൻ അക്രോസ് ദി പ്രേറിയ, പുൽമേടിന് കുറുകെ ഇങ്ങനെ ഓടിയപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ലീവിങ് എ മാസീവ് ഡസ്റ്റ് ക്ലൗഡ് ഇൻ ഇറ്റ്സ് വേക്ക്. വരുന്ന വഴിക്കെല്ലാം ഇങ്ങനെ പൊടിപടലത്തിൻ്റെ ഒരു മേഘാവൃതമായ അന്തരീക്ഷമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ കാട്ടുപോത്ത് എന്ന് പറയുന്ന ഇവരുടെ കൂട്ടത്തിന് ഹെർഡ് എന്ന കളക്റ്റീവ് പദം ഉപയോഗിച്ചിരിക്കുന്നു. മറ്റൊരു ഉദാഹരണം നോക്കി. വി വെയിറ്റഡ് ആങ്ഷ്യസ്ലി ഫോർ ദ ജൂറി ടു കം ടു എ വേർഡിക്റ്റ്. ഒരു വിധിന്യായത്തിൻ്റെ തീർപ്പ് കേൾക്കാൻ വളരെ ആങ്ഷ്യസോടുകൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ ഏത് പദമാണ് കളക്റ്റീവ് നൗണായിട്ട് വന്നിരിക്കുന്നത്? ഇവിടെ ജൂറി എന്ന വാക്ക് നോക്ക്. ജൂറി, ജഡ്ജിങ് പാനലിനാണ് ജൂറി എന്ന് പറയുന്നത്. അപ്പോൾ പല ജഡ്ജിമാർ ചേരുന്ന ഒരു കൂട്ടത്തിന് ജൂറി എന്ന് പറയുന്നു. അതൊരു കളക്റ്റീവ് നൗണാണ്. അടുത്ത ഒരു ഉദാഹരണം നോക്കി. ദിസ് ഇയേഴ്സ് ബാസ്കറ്റ്ബോൾ ടീം ഇൻക്ലൂഡ്സ് 3 players who are over 6 feet tall. അപ്പോൾ ഇവിടെ ഫുട്ബോൾ ടീമിൽ 6 അടി കൂടുതൽ ഉയരമുള്ള 3 പേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ടീമാണ്. കളിക്കാരുടെ ഒരു കൂട്ടത്തിന് ടീം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു കളക്റ്റീവ് നൗണാണ്. മറ്റൊരു എക്സാമ്പിൾ. നെപ്പോളിയൻസ് ആർമി വാസ് ഫൈനലി ഡിഫീറ്റഡ് അറ്റ് വാട്ടർലൂ. നെപ്പോളിയൻസ് ആർമി എന്ന് പറയുന്നത് സൈന്യത്തിനാണ്. പട്ടാളക്കാരുടെ ഒരു കൂട്ടമാണ് ആർമി. ഫൈനലി ഡിഫീറ്റഡ് അറ്റ് വാട്ടർലൂയിൽ വെച്ച് അവസാനം പരാജയപ്പെട്ടു നെപ്പോളിയൻ. അടുത്തൊരു ഉദാഹരണം നോക്കി. ദി ടൗൺ കൗൺസിൽ വാസ് അപ്രൂവ്ഡ് എ പ്ലാൻ ടു ക്രിയേറ്റ് എ ന്യൂ പാർക്ക്. അപ്പോൾ ഇവിടെ കൗൺസിൽ എന്ന ഒരു പദം ഇവിടെ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുടെ ഒരു കൂട്ടമാണ് കൗൺസിൽ. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ കൂട്ടത്തിനാണ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ 6 തരത്തിലുള്ള 6 സിറ്റുവേഷനിലുള്ള 6 കളക്റ്റീവ് പദങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ഒരു ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളുടെ കൂട്ടമാണ്. ഹെർഡ് എന്ന് പ്രയോഗിച്ചപ്പോൾ കാട്ടുപോത്തുകളുടെ കൂട്ടമാണ്. ജൂറി എന്ന പദം തരുന്നത് ജഡ്ജിമാരുടെ കൂട്ടത്തിനെയാണ്. അതുപോലെ പന്ത് കളിക്കാരുടെ കൂട്ടത്തിന് ടീം എന്ന് പ്രയോഗിക്കുന്നു. പട്ടാളക്കാർക്ക് പകരമായിട്ട് പ്രയോഗിക്കുന്ന പദമാണ് ആർമി. അതൊരു കളക്റ്റീവ് പദമായിട്ട് നൗണായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് ഇവിടെ കൗൺസിൽ എന്ന പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിലെ സങ്കീർണമായൊരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വാട്ട് ഹാപ്പൻസ് ഇഫ് യു കാൺട്ട് ഡിസൈഡ് വെദർ എ കളക്റ്റീവ് നൗൺ ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ? കളക്റ്റീവ് നൗൺ സിംഗുലറോ പ്ലൂറലോ, സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം. ഏകവചനമാണോ ബഹുവചനമാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നാൽ എന്ത് സംഭവിക്കും? ഇത് ഈ നാമരൂപങ്ങളുടെ
സിംഗുലർ ഓർ പ്ലൂറൽ എന്നുള്ള ആ ഒരു ഭാഗം പ്രത്യേകമായി പഠിപ്പിക്കുന്നതാണ്. അതിന് കുറച്ച് സമയം ആവശ്യമാണ്. എങ്കിലും ഈ ഒരു കളക്റ്റീവ് നൗണിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നതിന് വേണ്ടി ജനറലായിട്ട് ഞാൻ ഒന്ന് പറയുകയാണ്. ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒരു ജനറൽ എഗ്രിമെൻ്റ് എററാണ്. എന്താണ് ഒരു എഗ്രിമെൻ്റ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതിനും ഒരു ഉടമ്പടി ആവശ്യമാണല്ലോ. നമ്മൾ ഏത് കാര്യമെടുത്താലും അതിനൊരു ഉടമ്പടിയുണ്ട്. അതുപോലെ വാക്യത്തിലെ വാക്കുകൾ പല സ്ഥലങ്ങളിലും വിന്യസിക്കപ്പെടുമ്പോൾ, ചേർത്ത് വയ്ക്കുമ്പോൾ അത് ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. അതെന്താണെന്ന് വളരെ വിശദമായിട്ട് പിന്നീട് പറഞ്ഞു തരാം. യു ക്യാൻ യൂസ് ഡിഫറെൻറ്റ് വേർഡ്സ് ടു കമ്പോസ് യുവർ സെൻറ്റൻസ് ടു ബി ഷുവർ ദർ ഈസ് നോ ജനറൽ ഓർ ദർ ഈസ് നോ എഗ്രിമെൻ്റ് എറർ. ഒരു എഗ്രിമെൻ്റ് എറർ ഇല്ലാതെ നമുക്ക് വാക്യത്തിൽ വാക്കുകളെ പലതരത്തിൽ വിന്യസിച്ച് നമുക്ക് ചേർക്കാൻ കഴിയണം. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ഇൻസേർട്ട് ദ വേർഡ് മെമ്പർ ആഫ്റ്റർ എ കളക്റ്റീവ് നൗൺ ഓർ യൂസ് ഡിഫറെൻറ്റ് വേർഡ്സ് സച്ച് ആസ് പ്ലെയേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ടീം or zebras instead of herd or students instead of class. Reread what you have written to be sure it sounds natural and give yourself some time to practice. ഒരു വാക്കിന് പകരമായി മറ്റൊരു പദം ഉപയോഗിക്കുന്ന ക്രമം. മെമ്പേഴ്സ് എന്ന പദം നമ്മൾ പ്രയോഗിക്കുന്നത് എലക്ട് ചെയ്ത അംഗങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കളക്റ്റീവ് നൗണാണ്. പിന്നെ നമുക്ക് ടീം എന്ന് പ്രയോഗിക്കുന്നത് ഒരു കൂട്ടം കളിക്കാരെയാണ്. അതുപോലെ ഹെർഡ്, ഇപ്പോൾ സീബ്രായുടെ ഒരു കൂട്ടം, നേരത്തെ ബൈസൺ എന്ന് പറഞ്ഞതുപോലെ സീബ്രയുടെ ഒരു കൂട്ടം, ആ കൂട്ടത്തിനും നമ്മളിവിടെ ഹെർഡ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻസ് പറഞ്ഞ കുട്ടികൾ തന്നെയാണ്, അതിന് പകരമായിട്ട് നമ്മൾ ക്ലാസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മെമ്പറെന്നോ അല്ലെങ്കിൽ ടീമെന്നോ ഹെർഡെന്നോ ക്ലാസ് എന്നോ ഒക്കെ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ബഹുവചനം അപ്പുറത്ത് കിടപ്പുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവർ മെമ്പേഴ്സ് ഉണ്ട്, പ്ലേയേഴ്സ് ഉണ്ട്, കളിക്കാരുണ്ട്, സീബ്രാസ് വരയൻ കുതിരകളുണ്ട്, കുട്ടികൾ സ്റ്റുഡൻസ് ഉണ്ട്. ഈ ഇത്ര ഒരു ഗ്രൂപ്പിനെ പ്രതിപാദിക്കാനായിട്ട് ഇപ്പുറത്ത് ഒരു പദം പ്രയോഗിക്കുമ്പോൾ ആ പദത്തിൻ്റെ പ്രയോഗത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഏകവചനമാണോ ബഹുവചന രൂപത്തിലാണോ പ്രയോഗിക്കേണ്ടതെന്ന്. Soon enough you will be able to use plural verb without worrying whether you have made mistakes. How to use a collective noun? എങ്ങനെയാണ് ഒരു കളക്റ്റീവ് നൗൺ ഉപയോഗിക്കുന്നത്? People who are new to writing often encounter some trouble with sentence agreement when using collective nouns. കളക്റ്റീവ് നൗൺസ് ഉപയോഗിക്കാൻ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് പലപ്പോഴും പ്രോബ്ലംസ് വരാറുണ്ട്. ദിസ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ബിക്കോസ് എ കളക്റ്റീവ് നൗൺ ക്യാൻ ബി സിംഗുലർ ഓർ പ്ലൂറൽ ഡിപ്പെൻഡിങ് ഓൺ എ സെൻറ്റൻസസ് കോണ്ടെക്സ്റ്റ്. ഒരു സെൻറ്റൻസിലെ സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാപ്തി അനുസരിച്ചാണ് ഒരു കളക്റ്റീവ് നൗൺ സിംഗുലർ ആണോ പ്ലൂറലാണോ എന്നത് തീരുമാനിക്കുന്നത്. അതായത് ഒരു കളക്റ്റീവ് നൗൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സെൻറ്റൻസിൻ്റെ കോണ്ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഹൗ ഡു യു നോ ഇഫ് എ കളക്റ്റീവ് നൗൺ ഈസ് സിംഗുലർ? എങ്ങനെ അറിയാൻ പറ്റും ഒരു കളക്റ്റീവ് നൗൺ സിംഗുലർ ആണെങ്കിൽ? അതെങ്ങനെ അറിയാൻ പറ്റും? What pronouns and verbs are best for pairing with the collective nouns you have chosen?
നമ്മൾ ചൂസ് ചെയ്ത ഈ കളക്റ്റീവ് നൗണിനെ ഏതൊക്കെ പ്രോനൗണും വെർബുമാണ് പെയർ ചെയ്യുന്നത്, ചേർത്ത് വയ്ക്കുന്നത്. ഈ പ്രോനൗൺ എന്താണ്, വെർബ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് വിശദമായിട്ട് പിന്നാലെ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു എഗ്രിമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. സെൻറ്റൻസ് എഗ്രിമെൻ്റ് ഉണ്ട്. വേർഡ്സിന് സെൻറ്റൻസിൽ ചില എഗ്രിമെൻറ്റ്സ് ഉണ്ട്. ആ എഗ്രിമെൻറ്റ്സിൻ്റെ ഫലം, എഗ്രിമെൻറ്റ്സ് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞെങ്കിലേ പറ്റൂ. When individuals are in a team, a choir, a committee or part of any other collective noun, the noun is singular and is paired with singular pronoun and singular verb. അതായത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർത്തിരിക്കണം. വളരെ പ്രധാനപ്പെട്ടതും തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ്. അത് വിശദമായിട്ട് പിന്നീട് എടുക്കുന്നതാണ്. അതായത് സിംഗുലറായിട്ടുള്ള, അതായത് ഏകവചനത്തിൽ പറയുന്ന നാമരൂപങ്ങളെ ഫോളോ ചെയ്യുന്നത് സിംഗുലർ വെർബ്സ് ആണ്, ഏകവചനത്തിലുള്ള ക്രിയാരൂപങ്ങളാണ്. അതേപോലെ ബഹുവചന നാമരൂപങ്ങളെ ഫോളോ ചെയ്യുന്നത് ബഹുവചന ക്രിയാരൂപങ്ങളാണ്. അതാണ് ഇവിടെ ഈ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇവിടെ തെറ്റുപറ്റാൻ ഉള്ള ഒരു സാധ്യത. അതാണ് നമുക്ക് ഏകവചന രൂപങ്ങളും ബഹുവചന രൂപങ്ങളും എങ്ങനെ ഉണ്ടാക്കാമെന്ന് പിന്നാലെ പഠിക്കാം. ഒരു എക്സാമ്പിൾ നോക്കി. എവറി മോർണിംഗ് ദ ഹെർഡ് ഫോളോസ് ഇറ്റ്സ് ലീഡേഴ്സ് ടു ദ വാട്ടറിംഗ് ഹോൾ ഫോർ എ ഡ്രിങ്ക്. ഇവിടെ എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ, ദ ഹെർഡ്, ഇവിടെ ഹെർഡ് എന്നാണ് നേരത്തെ പറഞ്ഞല്ലോ. ടീം ഓഫ് ബൈസൺ എന്ന് പറഞ്ഞു, സീബ്രാസ് എന്ന് പറഞ്ഞു, ഇവർക്കെല്ലാം ഹെർഡ് എന്നാണ് പറഞ്ഞത്. ഹെർഡ്. ഇപ്പം ഹെർഡ് എന്ന് പറയുന്നത് ഈസ് എ സിംഗുലർ കളക്റ്റീവ് നൗൺ ആണ്. അതിൻ്റെ ലീഡറോടൊപ്പം തന്നെ എന്താണ്, വെള്ളം കുടിക്കാൻ ഒരു ജലധാരയെടുത്ത് വെള്ളം ഒഴുകി വരുന്ന ആ കുഴലിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു എന്നാണ് എല്ലാ ദിവസവും രാവിലെ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹെർഡ് എന്ന് പറയുന്നത് എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ എന്നുള്ള പ്രയോഗമാണ്. ദ ഹെർഡ് ഫോളോസ്, ആ കൂട്ടം, ആ മൃഗക്കൂട്ടം എന്താണ്, അത് സിംഗുലർ കളക്റ്റീവ് നൗണായിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോളോ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു നിയമമെന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ കളക്റ്റീവ് നൗൺ ഫോളോസ് എ സിംഗുലർ പ്രോനൗൺ ആൻഡ് സിംഗുലർ വെർബ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഹെർഡ് എന്ന കളക്റ്റീവ് നൗണെ ഫോളോ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് എന്ന സിംഗുലർ പ്രോനൗൺ ആണ്. അതിൻ്റെ, അവയുടെ എന്നല്ല, അത് അവയുടെ എന്ന ബഹുവചന സ്വഭാവത്തിലായി. ഇപ്പം ഇതിൻ്റെ എന്നാണ്. ഇറ്റ്സ്, ഇതിൻ്റെ, അത് ഇറ്റ്സ് എന്ന സിംഗുലർ പദം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഫോളോസ് എന്ന് പറയുന്ന, ഫോളോസ് പിന്തുടരുക എന്ന് തന്നെയാണ്. അപ്പം പിന്തുടരുക എന്ന് പറയുന്ന ഒരു വെർബാണ്. ആ വെർബും ഇവിടെ ഫോളോസ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ വെർബാണ്. ആൻഡ് ദ വേർഡ് ഇറ്റ്സ് ഈസ് ദ സിംഗുലർ പ്രോനൗൺ. എന്നാൽ അത് തിരിച്ചൊന്ന് പറഞ്ഞു നോക്കി. ഇതിപ്പം നമ്മൾ മൃഗങ്ങളുടെ കൂട്ടിനെ ഹെർഡ് എന്ന ഒറ്റ പദം പ്രയോഗിച്ച് അത് സിംഗുലർ ഫോമിലാക്കിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഓൾ ദി അനിമൽസ് ഇൻ ദ ഹെർഡ് അറൈവ് അറ്റ് ദ വാട്ടറിംഗ് ഹോൾ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഇവിടെ ആ പ്രയോഗത്തിൻ്റെ എഗ്രിമെൻ്റ് മാറിയത് കണ്ടോ. ഓൾ ദി ആനിമൽസ് എന്നാണ്, എല്ലാ മൃഗങ്ങളും എന്നായി. മൃഗങ്ങളെന്ന് വന്നപ്പോഴേക്ക് ബഹുവചന സന്ദർഭമായി. ഇൻ ദ ഹെർഡ്, ആ കൂട്ടത്തിലെ എല്ലാ മൃഗങ്ങളും എന്നായി. അറൈവ് അറ്റ്, എന്നാൽ അറൈവസ് എന്നല്ലേ പറയേണ്ട സിംഗുലർ ആണെങ്കിൽ. എന്നാൽ അറൈവ് എന്ന് പറയുന്നത് ക്രിയാരൂപമാണ്. എല്ലാ ക്രിയാരൂപങ്ങളുടെയും
ധാതുരൂപം എന്ന് നമ്മൾ പറയും. എല്ലാ ക്രിയാരൂപവും എല്ലാ ക്രിയയും അതിൻ്റെ ബെയർ ഫോം എന്ന് പറയും, അത് പ്ലൂറൽ ആയിരിക്കും. അത് ഓർത്തിരിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ എപ്പോഴൊക്കെ പഠിക്കാൻ ശ്രമിച്ചാലും ഈ സിംഗുലർ പ്ലൂറൽ പറയാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം, ഒരു പ്രധാന വസ്തുത, എല്ലാ വെർബ്സിൻ്റെയും ബെയർ ഫോമുകൾ, അതിൻ്റെ ധാതുരൂപങ്ങൾ പ്ലൂറൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ all the animals in the herd arrive at the watering hole at the same time എന്ന് ആ ഒരു പ്രയോഗം ഇവിടെ വെർബ് എഗ്രിമെൻ്റ് നോക്കിയ ആനിമൽസ് എന്ന് പറയുന്ന ആ നൗണിനെ അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് ഭാഗത്തിനെ എഗ്രി ചെയ്തിരിക്കുന്ന അറൈവ് എന്ന ക്രിയ കൊണ്ടാണ്. ടുഡേ മിസ് കെന്നഡീസ് ക്ലാസ് ടേക്സ് ഇറ്റ്സ് എസോയിൽ ടെസ്റ്റ്. അപ്പോൾ ഇവിടെ ക്ലാസ് എന്ന് പറയുന്ന ഒരു സിംഗുലർ കളക്റ്റീവ് നൗണാണ്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്ന സിംഗുലർ കളക്റ്റീവ് നൗൺ ആയതുകൊണ്ട് അവിടെ പ്രയോഗിച്ചിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് ടേക്സ് ആണ്. ടേക്കിൻ്റെ കൂടെ എസ്സൂടെ ചേർത്തപ്പോൾ കിട്ടിയ രൂപമാണ് ടേക്സ്. അതതിൻ്റെ ഏകവചന രൂപമാണ്. അതായത് ടേക്സ് ഈസ് എ സിംഗുലർ വെർബ് ആൻഡ് ദ വേർഡ് ഇറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ ഈ ക്ലാസിൻ്റെ എന്ന അർത്ഥത്തിലാണ്. അത് എന്താണ്? സിംഗുലർ പ്രൊനൗണാണ്. ഓൾ ദി സ്റ്റുഡൻസ്, എന്താ ഇതിങ്ങനെ മാറ്റാം, ഓൾ ദി സ്റ്റുഡൻസ് ഇൻ ദി കെന്നഡീസ് ക്ലാസ് ആർ ടേക്കിംഗ് ദ സെയിം ടെസ്റ്റ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ അത് ബഹുവചന സ്വഭാവത്തിലേക്ക് മാറ്റി വന്നപ്പോഴേക്ക് അതിൻ്റെ രൂപം മാറിയത് കണ്ടോ. എന്നാൽ ക്ലാസ്സിലെ ടുഡേ മിസ് കെന്നഡീസ് ക്ലാസ് ടേക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിസ് കെന്നഡിയുടെ ക്ലാസ് എന്ന് വന്നപ്പോഴത്തേക്കു ഈ രീതിയിലേക്ക് ഇത് മാറി. ഓൾ സ്റ്റുഡൻസ് ഇൻ മിസ് കെന്നഡീസ് ക്ലാസ് ആർ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഭാഗമായി വന്നത് സ്റ്റുഡൻസ് ആണ്. നൗൺ ഭാഗമായി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ ആണ്. അത് പ്ലൂറലായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വെർബ് എഗ്രിമെൻറ്റും പ്ലൂറൽ ആയിരിക്കണം. ഇവിടെ പ്ലൂറൽ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പദമുണ്ട് ആർ. ARE. ആർ എന്ന് പറയുന്നത് ക്രിയയുടെ ഒരു സഹായക ക്രിയ അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. അത് വിശദമായിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. അപ്പോൾ ഈസിൻ്റെ ബഹുവചനമാണ് ആർ. അപ്പോൾ ആർ ടേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് ആ കോണ്ടെക്സ്റ്റ് മാറിയത് കണ്ടോ. ദ സെയിം ടെസ്റ്റ് അറ്റ് ദ സെയിം ടൈം എന്ന് മാറി. അപ്പോൾ പ്ലൂറൽ കളക്റ്റീവ് നൗണിനെ പ്ലൂറൽ വെർബും ഫോളോ ചെയ്യണം എന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞതെന്ന് മനസ്സിലായത്. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ അത് കളക്റ്റീവ് നൗൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നൗൺ ഐഡൻറ്റിഫൈ ചെയ്താൽ ആ നൗണിന് അനുസൃതമായി കളക്റ്റീവ് നൗണെങ്കിൽ കളക്റ്റീവ് നൗണോ പ്രോപ്പർ നൗണോ ഏത് നൗണോ ആയിക്കോട്ടെ, അത് ഐഡൻറ്റിഫൈ ചെയ്താൽ ഒരു എഗ്രിമെൻ്റ് ഫോളോ ചെയ്തിരിക്കണം. അതിനെ ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വെർബ് സബ്ജക്റ്റ് വെർബ് അല്ലെങ്കിൽ നൗൺ വെർബ് എഗ്രിമെൻ്റ് ആണ്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സിംഗുലർ നൗൺ ആണെങ്കിൽ അതിൻ്റെ വെർബും സിംഗുലർ ആയിരിക്കണം. പ്ലൂറൽ നൗൺ ആണെങ്കിൽ അതിൻ്റെ വെർബും പ്ലൂറൽ ആയിരിക്കണം. ആ പ്ലൂറലാണ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി വന്നത്. അതായത് ഇവിടെ കളക്റ്റീവ് നൗണിൽ ഏകവചനമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്, ബഹുവചനമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഏകവചനത്തിലുള്ള ക്രിയാരൂപങ്ങളും ബഹുവചനത്തിലെ ക്രിയാരൂപങ്ങളുമാണ് ഇവിടെ ചേർക്കേണ്ടി വരുന്നത്. ഇനി ചില കളക്റ്റീവ് പദങ്ങളുണ്ട്, കളക്റ്റീവ് നൗണുകളുണ്ട്. അത് ചിലതൊക്കെ നോക്കാം, ഒന്ന് ഓർത്തിരുന്നാൽ മതി. കളക്റ്റീവ് നൗൺ ഫോർ ബേർഡ്സ് ഫ്ലോക്ക് എന്ന് പറയും. ഫ്ലോക്സ് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ കൂട്ടത്തിന് പൊതുവെ പറയുന്ന പേരാണ്. പാക്ക് ചെന്നായ്ക്കളുടെ കൂട്ടത്തിന് പൊതുവെ പറയുന്ന പേരാണ് പാക്ക്. കളക്റ്റീവ് നൗൺ ഫോർ ആൻസ് ഉറുമ്പുകളുടെ കൂട്ടത്തിന് പറയുന്ന പേരാണ് കോളനി. അതുപോലെ തന്നെ ആക്ടേഴ്സ് നടന്മാരുടെ കൂട്ടത്തിന് കളക്റ്റീവ് നൗൺ ഫോർ ആക്ടേഴ്സ് ട്രൂപ്പ്. കളക്റ്റീവ് നൗൺ ഫോർ സോൾജിയേഴ്സ് ആർമി. കളക്റ്റീവ് നൗൺ ഫോർ മ്യൂസിഷ്യൻസ് ബാൻഡ്. കളക്റ്റീവ് നൗൺ ഫോർ വാരിയേഴ്സ് ട്രൂപ്പ്. കളക്റ്റീവ് നൗൺ ഫോർ സിംഗേഴ്സ് കൊയർ. കളക്റ്റീവ് നൗൺ ഫോർ ആപ്പിൾ ബുഷൽ. കളക്റ്റീവ് നൗൺ ഫോർ ബനാന കോംബ്. കളക്റ്റീവ് നൗൺ ഫോർ ട്രീസ്
ഗ്രൂ ഓർ ഫോറസ്റ്റ്. ഇങ്ങനെയുള്ള പല കളക്റ്റീവ് നൗണുകളും കുറേ ഏറെ കിട്ടാവുന്നതോളം കളക്റ്റീവ് നൗണുകൾ എത്രമാത്രം ശേഖരിക്കാവോ അത്രമാത്രം നിങ്ങൾ ശേഖരിച്ച് നോട്ടെഴുതി പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. കാരണം പല സന്ദർഭങ്ങളിലും ഇത് ഏകവചന രൂപത്തിൽ വരുമ്പോൾ അതിൻ്റെ വെർബ് എഗ്രിമെൻ്റ് കറക്റ്റ് ആകണമെങ്കിൽ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് നൗൺ വിഭാഗം എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒരു കോൺക്രീറ്റ്നെസ് ഇല്ലാത്ത, നമുക്ക് കണ്ണുകൊണ്ട് കാണാനോ അല്ലെങ്കിൽ അത് കേൾക്കാനോ അല്ലെങ്കിൽ സ്പർശിക്കാനോ ഒന്നും പറ്റാത്ത ഒരു തരം നാമരൂപങ്ങളുണ്ട്. അവയാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു. എ നൗൺ ഡിനോട്ടിങ് an idea, quality or state rather than a concrete object. യഥാർത്ഥ ഓബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ആശയമോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഒരു അവസ്ഥയോ ഒക്കെയാണ് ഇതിനെ ഈ അബ്സ്ട്രാക്റ്റ് നൗണിന് സൂചിപ്പിക്കുന്നത്. ട്രൂത്ത്, സത്യം, നമുക്കത് കാണാൻ കഴിയുന്നില്ല, ഒരു അനുഭവമാണ്. ഡേഞ്ചർ, അപകടം, അതും ഒരു അനുഭവമാണ്. ഹാപ്പിനെസ്, സന്തോഷം, അതും ഒരു അനുഭവമാണ്. അപ്പം ഇത്തരത്തിൽ വരുന്ന ട്രൂത്ത്, ഡേഞ്ചർ, ഹാപ്പിനെസ് എന്നുപോലുള്ള വാക്കുകൾ, പദങ്ങൾ ഇത് എന്തിനെയാണ്? ഒരു ക്വാളിറ്റിയാണ് കാണിക്കുന്നത്, ഗുണത്തെയാണ്, ഒരു ആശയത്തെ അല്ലെ ഗുണത്തെയാണ് ഇത് കാണിക്കുന്നത്. An abstract noun is a noun that refers to something non-physical, something conceptual that you can't perceive directly with the sense. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നേരിട്ട് ഗ്രഹിക്കാത്ത ചില കൺസെപ്ച്വൽ ഫാക്ടേഴ്സാണ്, ബന്ധപ്പെടുത്തുന്ന ചില വസ്തുതകളാണ്, നോൺ ഫിസിക്കലുമാണ്, അത് ഭൗതികമല്ല. ഇങ്ങനെ അല്ലാത്തതുമായ നൗണുകൾക്കാണ് അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ അത് പറയാം. അബ്സ്ട്രാക്റ്റ് നൗൺ ഈസ് എ നൗൺ ദാറ്റ് റെഫേഴ്സ് ടു സംതിങ് non-physical, something conceptual that you can't perceive directly with sense. Example: sadness, analysis, government, adulthood, etc. Abstract nouns are contrasted with concrete noun, which are words like cat, desk or sandwich that refers to physical object and entities. അതായത് ഭൗതികമായ വസ്തുക്കളും അതുപോലെ സ്ഥാപനങ്ങളും സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ രൂപങ്ങളുമൊക്കെയുള്ള വസ്തുക്കളെ അപേക്ഷിച്ച് ഈ കോൺട്രാസ്റ്റ് എന്ന് ഈ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ഇനി ഈ അബ്സ്ട്രാക്റ്റ് നൗണും കോൺട്രാക്റ്റും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം നമുക്ക് നോക്കാം, ഒരു വേർതിരിവ്. അബ്സ്ട്രാക്റ്റ് നൗൺ ഡിഫർ ഫ്രം കോൺക്രീറ്റ് നൗൺ ഇൻ ടേംസ് ഓഫ് വാട്ട് ദേ ഡിസ്ക്രൈബ്. അതായത് ഒരു വസ്തു എന്താണ് എന്ന് വിശദീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺക്രീറ്റ് നൗണും അല്ല ഭൗതികമായ നാമരൂപങ്ങളും അബ്സ്ട്രാക്റ്റ് അല്ല ക്വാളിഫൈ ചെയ്യുന്ന നാമരൂപങ്ങളും അല്ലെ ഗുണനാമങ്ങളെന്ന് പറയുന്നത് ഇവ തമ്മിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അബ്സ്ട്രാക്റ്റ് നൗൺ എന്താണെന്ന് നമുക്കറിയാം. അബ്സ്ട്രാക്റ്റ് നൗൺ റെഫേഴ്സ് ടു എനിത്തിങ് ദാറ്റ് ഈസ് ഇൻഡയറക്ട്ലി ഒബ്സർവബിൾ. നേരിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. ദാറ്റ് കുഡ് മീൻസ് പേഴ്സണൽ ക്വാളിറ്റീസ്, മെഷർമെൻറ്റ് ഓഫ് ടൈം, കൾച്ചറൽ മൂവ്മെൻറ്റ് ഓർ കൺസെപ്റ്റ്, ഇങ്ങനെ പല പല കാര്യങ്ങളും ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ കോൺക്രീറ്റ് നൗൺ റിഫേഴ്സ് ടു വാട്ട് ക്യാൻ ബി പെർസീവ്ഡ് വിത്ത് ദി സെൻസസ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവയോഗ്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം കോൺക്രീറ്റ് നൗണാണ്. അത് സാധനങ്ങളും ആളുകളും മൃഗങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു വാക്യത്തിൽ തന്നെ ഈ അബ്സ്ട്രാക്റ്റ് നൗണും കോൺക്രീറ്റ് നൗണും കടന്നു വരുന്നത്
ഒന്ന് ശ്രദ്ധിക്കാൻ നല്ലതാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഷീ എക്സ്പ്രസ്ഡ് ഹെർ ഡിസപ്രൂവൽ ഓഫ് ഹിസ് കമൻസ് വിത്ത് എ ഫ്രോങ്ക്. അപ്പോൾ ഈ വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കി. ഷീ എക്സ്പ്രസ്ഡ് ഹെർ ഡിസപ്രൂവൽ. ഡിസപ്രൂവൽ എന്ന് പറഞ്ഞാൽ അപ്രൂവ് ചെയ്യാതിരിക്കുന്നതിനെയാണ്. അതിവിടെ ഡിസപ്രൂവൽ എന്ന് പറയുന്നത് സമ്മതമില്ലായ്മയാണ്. അതൊരു അബ്സ്ട്രാക്റ്റ് നൗണാണ്. ആരുടെ? ഹിസ് കമൻസ്. കമൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കേൾക്കുന്നതാണ്, പറയുന്ന കാര്യങ്ങളാണ്. അത് കമൻസ് എന്ന് പറയുന്നത് ഇവിടെ കോൺക്രീറ്റ് നൗണാണ്. വിത്ത് എ ഫ്രൗൺ. ഈ ഫ്രൗൺ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരുടെ മുഖഭാവം ശ്രദ്ധിച്ച് നെറ്റിയൊക്കെ ഇങ്ങോട്ട് ചുളിച്ച് ദേഷ്യപ്പെട്ട് ഒക്കെ കാണിക്കത്തില്ലേ? അങ്ങനെ അത് കാണിക്കുമ്പോൾ ആ ദേഷ്യപ്പെട്ട് കാണിക്കുക, നെറ്റി ചുളിച്ച് കാണിക്കുക, ദേഷ്യപ്പെടുക എന്നുള്ള ആ ഒരു പ്രയോഗം എന്ന് പറയാൻ നമ്മൾ കണ്ടറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു കോൺക്രീറ്റ് നൗണാണ്. അപ്പം ഈ സെൻറ്റൻസിൽ, അതായത് ഷീ എക്സ്പ്രസ്ഡ് ഹെർ ഡിസപ്രൂവൽ ഓഫ് ഹിസ് കമൻസ് വിത്ത് എ ഫ്രോങ്സ് എന്ന് പറയുന്ന ഈ സെൻറ്റൻസിൽ പറയുന്ന കമൻസ് എന്നുള്ളതും ഫ്രൗൺ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ കോൺക്രീറ്റ് നൗണുകളും ഡിസപ്രൂവൽ എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് നൗണും ആണ്. ജോൺ എക്സ്പ്രസ്ഡ് ഹിസ് ഒപ്പീനിയൻ ഓൺ ദ സബ്ജക്റ്റ് ക്ലിയർലി ആൻഡ് ഫോഴ്സ്ഫുള്ളി. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, വിഷയമെന്ന് പറയുന്നത് എന്തുമാകാം, ഇന്നതൊന്നും വ്യക്തമാകുന്നില്ല. അപ്പോൾ അത് അബ്സ്ട്രാക്റ്റ് നൗണാണ്. ഒപ്പീനിയൻ, അഭിപ്രായം എന്നേ ഉള്ളൂ, അത് വ്യക്തമായിട്ട് നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. അതും ഒരു അബ്സ്ട്രാക്റ്റ് നൗണാണ്. എന്നാൽ ഇവിടെ ജോൺ എന്ന് പറയുന്നത് കോൺക്രീറ്റ് നൗണാണ്, ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തി, സ്ഥലത്തിൻ്റെയൊക്കെ പേര് വരുന്നത് കോൺക്രീറ്റ് നൗണാണ്. അപ്പോൾ ജോൺ എക്സ്പ്രസ്ഡ് ഹിസ് ഒപ്പീനിയൻ ഓൺ ദ സബ്ജക്റ്റ് ക്ലിയർലി ആൻഡ് ഫോഴ്സ്ഫുള്ളി എന്ന് വന്നപ്പോഴേക്കും ക്ലിയർലി ആൻഡ് ഫോഴ്സ്ഫുള്ളി എന്ന് പറയുന്നതും ഈ പറയുന്നത് പോലെ വളരെ ശക്തമായും വ്യക്തമായും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഇവിടെ അബ്സ്ട്രാക്റ്റ് നൗണുകളും കോൺക്രീറ്റ് നൗണുകളും ഒരേ വാക്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല പല ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ പല പല സെൻറ്റൻസുകൾ നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനകത്ത് പ്രോപ്പർ നൗൺ ഏതാണ്, കോൺക്രീറ്റ് നൗൺ, അതായത് പ്രോപ്പർ നൗൺ എല്ലാം കോൺക്രീറ്റ് നൗണാണ്. പ്രോപ്പർ നൗൺ ഏതാണ്, കളക്റ്റീവ് നൗൺ ഏതാണ്, അബ്സ്ട്രാക്റ്റ് നൗൺ ഏതാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഈ അബ്സ്ട്രാക്റ്റ് നൗണിന് കൂടുതൽ ഉദാഹരണങ്ങൾ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. Abstract nouns represents a wide variety of things, anything that isn't represented by a concrete noun. അതായത് പേഴ്സണൽ ക്വാളിറ്റീസ് ആൻഡ് ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം എടുക്കുക. അബ്സ്ട്രാക്റ്റ് നൗൺ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പല വകഭേദങ്ങളിൽ ഒന്നാണ് വ്യക്തിപരമായ ഗുണങ്ങളും വൈകാരികതയും ഒക്കെ പറയുന്ന അങ്ങനെയുള്ള ചില വാക്കുകളുണ്ട്. അത് അബ്സ്ട്രാക്റ്റ് നൗണിനകത്ത് ഹാപ്പിനെസ്, എക്സോഷൻ, നൊസ്റ്റാൾജിയ, ആങ്കർ, ലവ്, കരിഷ്മ, ഇതൊക്കെ എന്ന് പറയുന്നത് പേഴ്സണൽ ക്വാളിറ്റീസിലും ഇമോഷൻസിലും വരുന്ന അബ്സ്ട്രാക്റ്റ് നൗണുകളാണ്. ഇനി ടൈം ഡെസിഗ്നേഷൻ, സമയബന്ധിതമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് സമയവുമായി ബന്ധപ്പെട്ട് വരുന്ന ട്യൂസ്ഡേ, അവേഴ്സ്, ദ 1990s, സെഞ്ച്വറീസ്, മിഡ് നൈറ്റ്, യെസ്റ്റർഡേ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ടൈം ഡെസിഗ്നേഷനാണ്. ഇനി സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ഒരവസ്ഥയെ കുറിക്കുന്ന കാര്യങ്ങൾക്ക് സോളിഡിറ്റി, കയോസ്, പീസ്, വേക്കൻസി, ഇംപെർമനൻസ്, പ്രസൻസ്, ആക്ടിവേഷൻ, ഈ വാക്കുകളെല്ലാം തന്നെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഇനി കൾച്ചറൽ പൊട്ടൻഷ്യൽ, സോഷ്യൽ ആൻഡ് റിലീജിയസ് മൂവ്മെൻറ്റിൽ ഇത്തരം കാര്യങ്ങളിലും പലപ്പോഴും അബ്സ്ട്രാക്റ്റ് നൗണുകൾ ഉണ്ടാവാറുണ്ട്. റൊമാൻറ്റിസിസം, കാൽപ്പനികത എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഫെമിനിസിസം, അതേപോലെ തന്നെ മോഡേണിസം, കൺസർവേറ്റിസം, യാഥാസ്ഥികത എന്നൊക്കെ പറയുന്നത്, റിപ്പബ്ലിക്കനിസം, മാർസിസം, ബുദ്ധിസം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കൾച്ചറൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ, റിലീജിയസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അബ്സ്ട്രാക്റ്റ് നൗൺ ഫോമുകളാണ്. അതിൽ ഫിലോസഫിക്കലായും അക്കാഡമിക്കൽ കൺസെപ്റ്റ്സും ഉണ്ട്. അതേതൊക്കെ പാത്തോസ്, ബ്യൂട്ടി, പോസിബിലിറ്റി, ഫ്രീഡം, എത്തിക്സ്, അനാക്രോണിസം, ഇവയെല്ലാം തന്നെ
വിവിധ രൂപത്തിലുള്ള പല ഭാവത്തിലുള്ള അബ്സ്ട്രാക്റ്റ് നൗണുകളാണ്. അതുപോലെ ഈ അബ്സ്ട്രാക്റ്റ് നൗണുകളെല്ലാം തന്നെ അഡ്ജക്റ്റീവായിട്ടും വെർബിൽ നിന്നും ഒക്കെ, അഡ്ജക്റ്റീവിൽ നിന്നോ വെർബിൽ നിന്നോ ഒക്കെ അല്ലെങ്കിൽ മറ്റ് നാമരൂപങ്ങളിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ഈ അബ്സ്ട്രാക്റ്റ് നൗണുകൾ ഉണ്ടാവാറുണ്ട്. ചില ക്രിയാരൂപങ്ങളോട് അല്ലെങ്കിൽ ചില ക്രിയാവിശേഷണങ്ങളോട് അല്ലെങ്കിൽ വെർബ്സ്, അഡ്വെർബ്, അഡ്ജക്റ്റീവ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളോട് സഫിക്സ് ചെയ്യുമ്പോൾ, അതായത് ഈ വാക്കുകൾക്ക് ശേഷം കുറേ അക്ഷരം അതായത് AL, ANCE, ATION, ENCE, HOOD, ION, ISM, ITY തുടങ്ങിയ അക്ഷരങ്ങൾ ചേരുമ്പോൾ അതിൻ്റെ അബ്സ്ട്രാക്റ്റ് നൗൺ ഫോമുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. ഒരു ഉദാഹരണമായിട്ട് 1-2 ഉദാഹരണം പറയാം. ഇപ്പം AL എന്ന് പറയുന്ന ആ 2 അക്ഷരം ഈ പറയുന്ന വാക്കിന് ശേഷം വരുമ്പോൾ അത് അബ്സ്ട്രാക്റ്റ് നൗണായിട്ട് മാറുന്നു. റെസിറ്റ്, പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ AL ചേർന്നാൽ റെസിറ്റൽ എന്നായി, ഒരു അബ്സ്ട്രാക്റ്റ് നൗണായി പാരായണം എന്നായി. ഡിനൈ, എതിർക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം ഡിനയോടൊപ്പം തന്നെ വൈ മാറ്റി IAL, അതായത് ഡിനയുടെ DENY മാറിയിട്ട് പകരം IAL വന്നപ്പോഴത്തേക്ക് എതിർപ്പെന്നായി. ഡെനിയൽ, പ്രപ്പോസൽ, അതുപോലെ തന്നെ ബെസ്റ്റോവൽ, അതുപോലെ തന്നെ ANCE, അപ്പിയർ എന്ന പാദത്തിനോടൊപ്പം ANCE വന്നപ്പോഴേക്ക് അപ്പിയറൻസ് ആയി. അപ്പിയർ എന്ന് പറയുന്നത് പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു വെർബിനോടൊപ്പമാണ് ANC വന്നപ്പോഴത്തേക്കും അപ്പിയറൻസായി, അത് അബ്സ്ട്രാക്റ്റ് നൗണായിട്ട് മാറി. റെസിസ്റ്റ്, പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം ANCE വന്നപ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് എന്നായി, പ്രതിരോധം എന്നായി. അങ്ങനെ റിലാക്സിനോടൊപ്പം ATION വന്നപ്പോൾ റിലാക്സേഷൻ, ഫ്ലിർട്ടേഷൻ, അതുപോലെ തന്നെ സബ്സിസ്റ്റൻസ്, എക്സിസ്റ്റൻസ്. ഇങ്ങനെ ക്രിയാരൂപങ്ങളോടോ അല്ലെങ്കിൽ നാമവിശേഷണങ്ങളോ അഡ്ജക്റ്റീവിനോടോ ഒക്കെ ചേർന്ന് ചില ലെറ്ററുകൾ സഫിക്സ് ചെയ്യുമ്പോൾ, അതിനുശേഷം ചേർക്കുമ്പോൾ നമുക്ക് ആ പദത്തിൻ്റെ, ആ ക്രിയാരൂപത്തിൻ്റെ അബ്സ്ട്രാക്റ്റ് നൗൺ ഗുണനാമ രൂപങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് അബ്സ്ട്രാക്റ്റ് നൗണിനെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംഭവം. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്.